അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇൽമ് നേടുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കർമ്മമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും തുല്യരാണോ? അറിവുള്ള ഒരു വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ആ അറിവിന്റെ മാഹാത്മ്യം അയാളുടെ സംസാരത്തിലും അയാളുടെ പെരുമാറ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് നാം ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യമായി കാണേണ്ടത് അറിവിനെ തന്നെയാണ്. അറിവ് ജീവിതത്തിൽ ഉപകരിക്കുന്നത് അത് തിരിച്ചറിവ് ആകുന്ന ഘട്ടത്തിൽ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറുക എന്നുള്ളത് ഏറ്റവും വലിയ തിരിച്ചറിവാണ്. നാം മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്, നമ്മെപ്പോലെ തന്നെ വ്യത്യസ്ത മത ആശയങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. ആ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവം ഒരു വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാൾ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായി മാറുന്നത്? അതുകൊണ്ട് ജീവിതത്തിൽ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടത് വിട്ടുവീഴ്ചയും മറ്റുള്ളവർക്ക് മാപ്പ് നൽകാനുള്ള കഴിവുമാണ്. അല്ല എങ്കിൽ നാം സ്വാംശീകരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട്, അറിവ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.